ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെറിയ പുളിയോടും അതിൻ്റെ കൂടെ തന്നെ എരിവോടു കൂടിയുള്ള നല്ലൊരു ടൊമാറ്റോ മുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന, വീട്ടിൽ എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർക്കുന്നുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറും കിട്ടും, എരിവിനും വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ നമ്മുടെ വീട്ടിൽ ഏതാണുള്ളത് വെച്ചെങ്കിൽ അതെടുക്കുക, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടി കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ. ഇനി പച്ചവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അത്ര ടൈറ്റ് വേണ്ട മാവ്, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ച് ലൂസായിട്ട്, അതിനേക്കാളും ഒരു പൊടിക്ക് ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇതുപോലൊന്ന് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി സേവനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഏത് അച്ച് വേണമെങ്കിലും എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ളത് ഏതാണോ മുറുക്ക് ഉണ്ടാക്കുന്നത് അതുപോലുള്ളത് എടുക്കാം. എന്നിട്ടത് സേവനായിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ മാവൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ രീതിയിൽ എടുക്കുക, അച്ച് ഏതാണോ അത് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്, നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയ്ക്ക് അനുസരിച്ചൊന്ന് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കൂടുതലായിട്ട് കൊടുത്താലും മുകളിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് വെന്ത് വരുന്ന സമയത്തൊന്ന് ചുരുങ്ങിപ്പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളും. എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. എണ്ണയിലോട്ട് ഇട്ട സമയത്ത് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കരുത്. വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല പോലെ ഒന്ന് 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ബാക്കിയുള്ളതും ഇതുപോലെ ഓരോ ട്രിപ്പാക്കിയിട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള അത്രയും മാവ് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും ചെറു തീയിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. ഒരു കട്ടിയുണ്ടല്ലോ മുറുക്കിന്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരല്പം മാത്രം മുളക് പൊടി, ഉപ്പ്, ചാറ്റ് മസാല, ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് വിതറി കൊടുക്കണം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാറ്റ് മസാലയുടെ പുളിയും അതുപോലെ തന്നെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ട് ഇതിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ലേസൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും, പുളി ഉപ്പും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ. അപ്പോൾ അവർക്കത് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ വളരെ ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും നമ്മളിതിൽ അധികം ഇൻഗ്രീഡിയൻസ് ചേർത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, എത്ര ദിവസം വേണമെങ്കിലും. ഇതുപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യാനുസരണം കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കും കൊടുക്കാം. ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി ഫ്രഷ് ആയിട്ടുള്ള എണ്ണയിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.